നാലാം തവണ മത്സരത്തിനായി ഇറങ്ങുമ്പോൾ ജനങ്ങളിലാണ് വിശ്വാസമെന്ന് IC ബാലകൃഷ്ണൻ പ്രതികരിക്കുകയാണ്. വിവാദങ്ങൾ ഒന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്നും IC ബാലകൃഷ്ണൻ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി IC ബാലകൃഷ്ണനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നാലാം തവണയാണ് അദ്ദേഹം ബത്തേരിയിൽ മത്സരത്തിനിറങ്ങുന്നത്. എന്താണ് ഇത്തവണത്തെ ഒരു അന്തരീക്ഷം? ഒരു വലിയ വിജയപ്രതീക്ഷയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. 3 ടേം, ഏതാണ്ട് 15 വർഷം സുൽത്താൻ ബത്തേരി ജനങ്ങൾക്കൊപ്പമായിരുന്നു ഒരു ജനപ്രതി എന്ന നിലയ്ക്ക് ഞാൻ. മാത്രമല്ല, രാഷ്ട്രീയം നോക്കാതെ, മതം നോക്കാതെ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് അർഹതപ്പെട്ട മേഖലകളിലേക്ക് അർഹതപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ കഴിഞ്ഞ 15 വർഷമായിട്ട് സുൽത്താൻ ബത്തേരിയിൽ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ വിജയപ്രതീക്ഷയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായിട്ടും മുന്നണി സംവിധാനത്തിൽ മത്സരിക്കുമ്പോൾ ഒരു മുന്നണിയുടെ MLA എന്ന നിലയ്ക്ക് പ്രതിപക്ഷം ഭരണപക്ഷമൊക്കെ ഉണ്ട്, വിമർശനങ്ങളും എതിർപ്പുകളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ UDFനെ സംബന്ധിച്ച് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും, പിന്നെ വിമർശനങ്ങൾ വന്നാൽ, എതിർപ്പുകൾ വന്നാൽ അതിനൊക്കെ ആ സമയത്ത് സാഹചര്യത്തിനൊത്ത് മറുപടി പറഞ്ഞ് മുന്നോട്ട് പോകും. ജനങ്ങളും ഞാനുമായിട്ടുള്ള ബന്ധം ഒരു ആത്മബന്ധമാണ്, ഒരു കുടുംബമായിട്ടുള്ള ബന്ധം. മതപരമായും ജാതിപരമായിട്ടുള്ള ഒന്നും നോക്കാതെയുള്ള ഒരു ആത്മബന്ധം, വികസനത്തിൽ ഒരു കരുതലോടുകൂടി എല്ലാവരും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോയി എന്നുള്ളതാണ് ആ ബന്ധത്തിൻ്റെ പ്രത്യേകത. 2011 മാനന്തവാടിയിൽ നിന്ന് സുൽത്താൻ ബത്തേരിയിലെത്തി മത്സരിച്ചയാളാണ് IC ബാലകൃഷ്ണൻ. 3 ടേം MLA ആയ ശേഷം 4ാമത് അംഗത്തിന് ഇറങ്ങുമ്പോൾ സുൽത്താൻ ബത്തേരിയിലെ ജനങ്ങളിൽ പൂർണ്ണമായും വിശ്വാസമർപ്പിക്കുകയാണ്. ജസ്റ്റിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.